ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഗോവ ട്രിപ്പിന്റെ വ്ളോഗുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെന്റെ സൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് അറിയാം. കാരണം എത്രയോ നാളത്തെ നമ്മുടെ സ്വപ്നമായിട്ടുള്ള ഒരു ട്രിപ്പാണ് ഗോവ ട്രിപ്പ്. അങ്ങനെ നമ്മുടെ ഗോവയിലേക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചാടി കയറി കുറച്ച് നേരമൊക്കെ പാട്ടൊക്കെ ആയിട്ട് അതിനുശേഷം ഫുഡ് വന്നപ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടിയില്ല. കഴിച്ചിട്ടാണ് വന്നതെങ്കിൽ പോലും നമ്മളൊരു എഗ് സാൻഡ്വിച്ച് വാങ്ങിച്ചു. ഇതാണ് 2 ബ്രെഡിൻ്റെ അകത്ത് ഒരു മുട്ട ഇങ്ങനെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ടേസ്റ്റ് നല്ലതായിട്ട് തോന്നി. ഞാൻ അത്ര ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ അതാ പുഴ ഒഴുകുന്നു. ഭാരതപ്പുഴയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കയാക്കിനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നെൽപ്പാടമാണ്. അപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പൊക്കോണ്ടിരിക്കുകയാണ്, അതായത് അസ്തമിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. ആ നെൽപ്പാടോ സൂര്യാസ്തമയം കണ്ട് നമ്മളെങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര നമ്മൾ എവിടെയാണ് പോകുന്നത് ഗൈസ്? നമ്മൾ ഗോവയിലേക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 2 പേരും ഓഫായി. സാൻഡ്രോയിഡിൽ നല്ല തലവേദനയായി, പിന്നെ കിടന്ന് ഉറക്കമായി. അങ്ങനെ ആ ട്രെയിനിൽ നമ്മൾ കുറേ പേരെയൊക്കെ പരിചയപ്പെടാനൊക്കെ പറ്റി. അങ്ങനെ പിറ്റേന്ന് വെളുപ്പിനെ ഒരു 6 മണി 7 മണിയോട് കൂടി നമ്മൾ തിവിം സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. നോർത്ത് ഗോവയിലാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ റീഗൽ ഹോളിഡേയ്സിന്റെ പാക്കേജ് വഴിയാണ് പോയത്. അപ്പോൾ അവരുടെ വണ്ടി വന്ന് നമ്മളെ പിക്ക് ചെയ്തു. നമ്മൾ നേരെ പോയത് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു റൂം എടുക്കാനാണ്. ഗോവയുടെ റിസോർട്ടിന്റെ പ്രത്യേകത അവിടെ 12 മണി, ഉച്ചയ്ക്ക് 12 മണിക്ക് ചെക്കിനുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ ഒന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ഒരു റൂം അല്ലാതെ സെപ്പറേറ്റ് എടുത്ത് നമ്മളൊന്ന് ഫ്രഷ് ആയതാണ്. രാത്രി ഒരുപോലെ കണ്ണടച്ചില്ലെങ്കിലും നമ്മുടെ എക്സൈറ്റ്മെന്റിലുള്ള ഒരു കുറവില്ല. കാരണം നമ്മൾ ഗോവയിലെത്തി. അവിടെ നമുക്കൊരു സ്കൂട്ടി തന്നിട്ടുണ്ട്, റെന്റലാണ്. അതെല്ലാം ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. അതിനുശേഷം നമ്മുടെ റിസോർട്ടിലൊക്കെ ഒന്ന് പോയി പൂളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കാപ്പി കുടിക്കാനാണ്. അതായത് നമ്മുടെ പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്. അതാണല്ലോ നമുക്ക് മുഖ്യം. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ലേ ഗോവ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണോ കഫേ ആണോ അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഇവിടെ ബൊഫേ ആയിരുന്നു. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അവിടെ വരുന്നത് എല്ലാവരും മലയാളികളായിരുന്നു. എല്ലാ ടൂറിലുള്ള മലയാളികളും ഒത്തുചേരുന്ന ഒരു സംഗമ സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു 4-5 ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് തട്ടി ഞാൻ ചായയുമായിട്ട് വരികയാണ്. എൻ്റെ കൈ നല്ല പൊള്ളിയിട്ടുണ്ട്. അതാണ് എൻ്റെ മുഖത്തിന് ഒരു മ്ലാനത. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് സൗത്തിലേക്കാണ്. കാരണം നമ്മുടെ ഫസ്റ്റ് ഡേ ഫുൾ നമ്മൾ സൗത്തിൽ ആഘോഷിച്ചിട്ട് സെക്കൻഡ് ഡേ നോർത്ത് വന്ന് ആഘോഷിക്കാം എന്നൊരു പ്ലാനാണ് നമ്മൾ ആദ്യമേ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാനിൽ, അതായത് നമുക്ക് എവിടേക്കാണ് പോവേണ്ടത് ഫുൾ അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഈ ഒരു ഏജൻസി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരം നമ്മൾ ഫസ്റ്റ് പോയത് ഓൾഡ് ഗോവ ചർച്ച് കാണാനാണ്. അങ്ങനെ സൗത്ത് ഗോവയിൽ നമ്മുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് സ്പോട്ട് ആയിട്ടുള്ള ഓൾഡ് ഗോവ ചർച്ച്. ഇത് ഗോവയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഇവിടെ ഹിസ്റ്ററിയും ആർക്കിടെക്ചറും എല്ലാം കമ്പൈൻ ചെയ്ത് ഒരു സ്പെഷ്യൽ വൈബാണ്. ചർച്ചിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ വലിയ വാൾസും പിന്നെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും എല്ലാം തന്നെ കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ്. ഒത്തിരിയും പേര് വന്ന് പല കോണുകളിൽ നിന്നായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളും അധികം ഒന്നും കുറച്ചിട്ടില്ല. എല്ലാ രീതിയിലുള്ള സെൽഫി, വീഡിയോ, ഫോട്ടോ അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. അവിടെ ഉള്ളവരെയും നമ്മൾ ശല്യം ചെയ്ത് നമ്മുടെ കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ക്രൗഡൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഒരു കാമായിട്ടുള്ള ഒരു ഫീലാണ്. ഗോവ ട്രിപ്പിൽ വരുന്നവരെ എല്ലാവരും കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലേസ് ആണ്. ഗോവയിൽ വന്ന് വൈബ് അടിക്കാന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ എന്താ ആത്മീയതയുടെ പാതയിലേക്ക് പോയോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സൗത്ത് ഗോവയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ സ്പോട്ടുകളിലാണ് നമ്മൾ പോയത്. എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ എല്ലാ സ്ഥലവും നമ്മൾ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓൾഡ് ഗോവ ചർച്ച് ഫുള്ള് കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് സേ കത്തീഡ്രൽ എന്ന് പറയുന്ന മറ്റൊരു ചർച്ചിലേക്കാണ്. ഓൾഡ് ഗോവയിലെ ഏറ്റവും വലിയ ചർച്ചാണിത്. ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ചർച്ച് കോംപ്ലക്സ് ആണ്. ഇപ്പോൾ അത് ആർക്കിയോളജിക്കൽ മ്യൂസിയം ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പോർച്ചുഗീസ് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വൈറ്റ് കളർ ആയതുകൊണ്ട് നല്ലൊരു എലഗന്റ് ലുക്ക് വരുന്നുണ്ട്. അതാ നമ്മുടെ ദേശീയ പതാക. അത്രയും നേരം പാറി പറന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ പിന്നെ ഒന്നും മിണ്ടൂല. ഞാൻ നിന്ന് തരലേടി എന്ന് പറഞ്ഞത് മിണ്ടാതെ നിന്നു. പിന്നെ നമ്മുടെ കാര്യം നോക്കി നമ്മൾ അടുത്ത യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്പോട്ടിലേക്കുള്ള അടുത്ത നമ്മുടെ യാത്ര. അങ്ങനെ പോകുന്ന വഴിയിലേക്ക് കാണുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു സൈസ് ചർച്ചാണ്. ഒരു സൈസ് ചർച്ച് എന്ന് വെച്ചാൽ എൻ്റെ പേര് എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ തപ്പി നടന്ന ഒരു ചേച്ചിയെ കണ്ടുപിടിച്ചു. ഞാൻ ഓൾഡ് ഗോവ ചർച്ചിൽ പോയപ്പോഴും ഈ ഹെയർ ബ്രീഡ് ചെയ്യുന്ന ഒരാളിനെ നോക്കി ഞാൻ തപ്പി നടക്കായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തതിന് ശേഷം ഞാൻ കാണുന്ന സ്ഥലത്ത് മൊത്തം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യത്തിൽ നോക്കിയാൽ കാണില്ലല്ലോ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ചേച്ചി എനിക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സിന് യോജിച്ച രീതിയിലുള്ള ബ്രീഡാണ് ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞു 1 മാസത്തോളമൊക്കെ ഇരിക്കും, കുളിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് അടുത്തൊരു പർച്ചേസിങ്ങിലാണ്. അവർ നല്ല ഫുൾ കമ്പനിയായിരുന്നു. അവർക്ക് ഇംഗ്ലീഷും ഹിന്ദി അറിയുള്ളൂ. നമുക്കാണെങ്കിൽ അത് വലിയ വശമില്ല. എന്നാൽ പോലും നമ്മളുമായിട്ട് നല്ല കമ്പനിയായി. ഇവരാണ് നമുക്ക് ഈ സ്പോട്ടൊക്കെ പറഞ്ഞു തന്നത്. ഇന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെയൊന്ന് പോസ് ചെയ്യുന്നു. അവിടെ നമ്മൾ കൂളിംഗ് ഗ്ലാസും ഇങ്ങനെ തൊപ്പിയൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞാനൊരു ഗോവക്കാരിയായി മാറിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ. നേരെ നമ്മൾ പോകുന്നത് പഞ്ചിം സിറ്റിയിലേക്കാണ്. ഞാൻ കാത്തിരുന്ന ആ ഒരു പഞ്ചിം സിറ്റി സൗത്ത് ഗോവയിൽ ആകെ ഇവിടെ തന്നെ വരണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഓരോ സൂര്യയുടെ ആ ഒരു പാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ പഞ്ചിം സിറ്റിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുൾ പോർച്ചുഗീസ് വൈബാണ്. നമ്മൾ ആ ഗോവയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എനിക്കിവിടെ വന്നാൽ ഈ ഒരു പോർച്ചുഗീസ് സ്റ്റൈലിലെ ബിൽഡിങ്ങും കളർഫുള്ളും ഇത് മാത്രമല്ല എനിക്കിഷ്ടപ്പെട്ടത്. ആ റോഡ് എത്ര ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ നീറ്റ് ആയിട്ടാണെന്ന് നോക്ക്.
അത്രയും ആ ഒരു പ്രോപ്പർ വാക്കിംഗ് സ്പേസ് എല്ലാം നല്ല ഡിസിപ്ലിൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ റോഡുകളുടെ നീറ്റ്നെസ് തന്നെ ഇവിടെയുള്ള ഒരു സ്പെഷ്യൽ അട്രാക്ഷനാണ്. ക്ലീൻ, കാം ആൻഡ് വെൽ മെയിൻറ്റെയിൻ. അപ്പോൾ ഗോവയുടെ ഭംഗി ബീച്ചിൽ മാത്രമല്ല, നമ്മുടെ ഈ ഒരു പഞ്ചിം സിറ്റിയിലുണ്ട്. അതായത് ഈ ഒരു നാരോ സ്ട്രീറ്റിൽ നടക്കുമ്പോൾ സ്റ്റിൽ തന്നെ നമ്മുടെ പിറകെ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ഇതാണ് ഫൗണ്ടെയിൻസ്. പഞ്ചിമിലുള്ള ലാറ്റിൻ ക്വാർട്ടറാണ്. കളർഫുൾ വാൾസ്, ഓൾഡ് പോർച്ചുഗീസ് ഹൗസ്, പിന്നെ ആ ശാന്തമായ വൈബ് എല്ലാം ഒരു പെയിന്റിംഗ് പോലെയാണ്. സ്ലോ ആയിട്ട് നടന്ന് മൊമെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പെർഫെക്റ്റ് ആയൊരു പ്ലേസ്. ഒരിക്കലും ഗോവയിൽ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യരുത് എന്ന് പറയാൻ നിർബന്ധമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് പഞ്ചിം സിറ്റി. അങ്ങനെ അവിടെയൊക്കെ കണ്ട് ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞു. വിശപ്പൊക്കെ ആയി വന്ന ഒരു ടൈമായിരുന്നു. നമ്മൾ നേരെ പോകുന്ന ഫുഡ് അടിക്കാനാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ ലോലിപോപ്പും ഒരു മിക്സഡ് ഫ്രൈഡ് റൈസും ജ്യൂസും അതൊക്കെ വാങ്ങിച്ച്, എനിക്ക് ആ സമയത്ത് എനിക്ക് കുറച്ച് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഒരു സോഡ പോലത്തെ സംഭവം കുടിക്കാനാണ് തോന്നിയത്. ബിരിയാണി ആൻഡ് മോർ എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. അതിനുശേഷം നമ്മൾ നേരെ വെച്ച് പിടിക്കുന്ന നമ്മൾ ഗോവയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ബീച്ചിലേക്കാണ്. അങ്ങനെ സൗത്ത് ഗോവയിലെ നമ്മൾ ആദ്യമായി ഒരു ബീച്ചിലെത്തിയിരിക്കുകയാണ്, മിരാമർ ബീച്ച്. അതിനിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മിരാമർ ബീച്ചിലാണ്. അപ്പോൾ പഞ്ചിം സിറ്റിയിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് മാത്രമുള്ള ഒരു കാമായിട്ടുള്ള ഒരു ബീച്ചാണ്. ഇവിടെ ക്രൗഡ് കുറവും അറ്റ്മോസ്ഫിയർ ശാന്തവുമാണ്. ഗോൾഡൻ സ്റ്റാൻഡ്, ഓപ്പൺ സ്കൈ, പിന്നെ ആ ഒരു സീ ബ്രീസ്, ഫുൾ ഒരു റിലാക്സിങ് ഫീലാണ്. മോർണിംഗ് വാക്കിനും ഈവനിങ് ചില്ല് ചെയ്യാനും നല്ലൊരു പ്ലേസ് ആണ് മിരാമർ. നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴാണ് എത്തിയത്. സിറ്റി നോയ്സിൽ നിന്ന് ഒരു കുറച്ച് നേരം ഒരു ടൈം ഒന്ന് ബ്രേക്ക് എടുക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണത്. ഇവിടെ ലോക്കൽ പീപ്പിൾസ് ഒക്കെ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ നേച്ചറിനോടൊപ്പം ഇരിക്കാൻ നല്ല ഒരു സ്പോട്ടാണ്. ഇരിക്കാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ സൗത്ത് ഗോവ ട്രിപ്പിൽ കാം സൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മിരാമർ ബീച്ച് ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് കുറച്ച് പൈൻ വാലി പോലെയൊക്കെ, പൈൻ വാലി അല്ല, പൈൻ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ഐ ലവ് മിരാമർ. അതിനുശേഷം അവിടെയാണ് നമ്മൾ ഐസ്ക്രീം കഴിച്ചത്. ഞാൻ പറഞ്ഞില്ല, ഇരിക്കാനൊക്കെ പറ്റും. നല്ല ഐസ്ക്രീം ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ കള്ളത്തരമാണ്. വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മളൊരു കുൽഫിയാണ് ഓർഡർ ചെയ്തത്. പോട്ടെ, സാരമില്ല. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് യാത്ര ചെയ്തു. അവിടെ നമ്മൾ സൈഡിൽ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒരു ഫിഷിൻ്റെ ആകൃതിയിലുള്ള ഒരു കപ്പൽ, പിന്നെ അവിടുത്തെ ബിഗ് ഡാഡി എന്ന് പറഞ്ഞ ഒരു ബിഗ് കപ്പൽ. അങ്ങനെ ഈ കപ്പൽ നമ്മളെ ആകർഷിക്കാൻ കാരണം മറ്റൊന്നുമല്ല, അന്ന് നൈറ്റ് നമുക്ക് ഡിന്നർ ക്രൂസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് കപ്പലിലാണ് നമ്മൾക്ക് ഡിന്നർ ക്രൂസ്, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു. അവിടെയൊക്കെ നല്ല ചെളിപുരണ്ട സ്ഥലമാണ്. പിന്നെ നമ്മൾ കുറച്ചൊരു വാക്കിന് വേണ്ടി പോയപ്പോൾ നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൻ്റെ ഒരു ഫീല് തരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അവിടെയൊക്കെ ജസ്റ്റ് നടക്കുക, ഇരിക്കുക, എന്ത് വേണമൊക്കെ ചെയ്യാം നമ്മുടെ ഇഷ്ടാനുസരണം. അവിടെ നടന്നുകൊണ്ട് വേണമെങ്കിൽ ആ കപ്പലുകളെയൊക്കെ നോക്കാം. ശരിക്കും അവിടെ വലിയ വെള്ളമൊന്നുമില്ല. പിന്നെ ഇതെങ്ങനെയാണ് അവിടെ ഈ ഒരു കപ്പലൊക്കെ പൊങ്ങിക്കിടക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിവേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ ഇവിടെ വലിയ കാര്യത്തിന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഭർത്താവ് വേറെ എന്തൊക്കെയോ എടുത്തുകൊണ്ടിരിക്കും. അതാണ് നിങ്ങൾ കാണുന്ന പോസ്റ്റ്. അതിനുശേഷം നമ്മൾ പോകുന്നത് ഒരു ആലുവയുടെ ഒരു ഫീൽ തരുന്ന ഒരു പാലം, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. അവിടെ ഒരു സ്റ്റാറ്റ്യൂ പോലെ നീരാളി, കയ്യും കാലും ഉള്ള നീരാളി, 2 കയ്യും കാലും അങ്ങനെയൊക്കെ ഉള്ള ഒരു നീരാളി. അവിടെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ബിഗ് ഡാഡി, എന്താണെന്നറിയില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നു. ബിഗ് ഡാഡി കസീനോ, അതിനുശേഷം ആ ഒരു ഫിഷ്, ആ ഒരു ആകൃതിയിലുള്ള ഒരു ഷിപ്പ്. ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴാണ് കുട്ടികളുമായിട്ട് ആൾക്കാരൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ നീരാളിയൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയപ്പോഴാണ് നമ്മൾ ആ പാലത്തിനെ ഒന്ന് ശ്രദ്ധിച്ചത്. വേറെ ഏതോ ഒരു വ്യൂ പോലെ നമുക്ക് തോന്നി, നല്ലൊരു ഭംഗി. വേറെ സിംഗപ്പൂർ, മലേഷ്യയോ, ബുദ്ധനൊക്കെ ഉണ്ട് സൈഡിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. പക്ഷെ നമ്മുടെ ഗോവയുടെ വിശേഷം ഇവിടെ അവസാനിച്ചിട്ടില്ല. അടുത്ത വ്ളോഗിൽ നമ്മൾ കൂടുതൽ വിശേഷം, ഡിന്നർ ക്രൂസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.